Good morning dear students. So consumer behavior എന്നുള്ള പേപ്പറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 5th സെമസ്റ്റർ BBAയുടെ മാർക്കറ്റിംഗ് എലക്റ്റീവ് ആയിട്ടുള്ള, അതായത് സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സ് മാർക്കറ്റിംഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കുവാനുള്ള സബ്ജക്റ്റിലൊന്നാണ് കൺസ്യൂമർ ബിഹേവിയറും അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റും. സോ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് കൺസ്യൂമർ ബിഹേവിയർ, ഉപഭോക്തൃ സ്വഭാവം. അപ്പം അതിൽ നമുക്ക് പ്രധാനമായിട്ടും കോഴ്സ് ഔട്ട്കം എന്തൊക്കെയാണ്, പ്രധാനമായിട്ടും 4 കോഴ്സ് ഔട്ട്കമാണ് നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് അണ്ടർസ്റ്റാൻഡ് ദ റിലവൻസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ തിയറീസ് ആൻഡ് കോൺസെപ്റ്റ് ടു മാർക്കറ്റിംഗ് ഡിസിഷൻസ്. നമ്മൾ മാർക്കറ്റിംഗ് ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ കൺസ്യൂമർ ബിഹേവിയർ തിയറികളുടെ പ്രാധാന്യം അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ കൺസെപ്റ്റുകളും കൺസ്യൂമർ ബിഹേവിയർ തിയറികളും നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അത് നമ്മുടെ മാർക്കറ്റിംഗ് ഡിസിഷന് കൂടുതൽ നല്ല ഡിസിഷനൊക്കെ എടുക്കുവാൻ നമ്മളെ സഹായിക്കും. അതാണ് ഈ കോഴ്സ് കൊണ്ട് കോഴ്സ് ഔട്ട്കം 1 എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. So course outcome 2, use appropriate technique to apply market solutions. ഇപ്പോൾ മാർക്കറ്റിംഗ് നടത്തുന്ന അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പ്രൊഫഷൻ ആയിട്ടുള്ളവർ പലതരം ടെക്നിക്സ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും, മാർക്കറ്റിംഗ് ടെക്നിക്സ്. അപ്പം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് സെലക്ട് ചെയ്യുവാനും അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു സബ്ജക്റ്റാണ് കൺസ്യൂമർ ബിഹേവിയർ. ഉപഭോക്താക്കളുടെ സ്വഭാവം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെ ഒരു പ്രോഡക്റ്റിനെയോ ഒരു സർവീസിനെയോ നമുക്ക് സെല്ല് ചെയ്യാൻ, നമുക്ക് ഒരു പ്രോഡക്റ്റിനെ മാർക്കറ്റിൽ പ്രൊമോട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. സോ അതിന് നമ്മൾ ഒരു കൺസ്യൂമറിൻ്റെ ബിഹേവിയർ, കൺസ്യൂമറിൻ്റെ ആറ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ തേർഡ് course outcome is acquire social ethical implications of marketing actions on consumer behavior. So course outcome 3 ഉദ്ദേശിക്കുന്നത് സാമൂഹികവും ധാർമ്മികവുമായിട്ടുള്ള അർത്ഥങ്ങൾ മാർക്കറ്റിംഗ് ആക്ഷൻസ് നമ്മൾ ചെയ്യുമ്പോൾ, മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ സാമൂഹികവും ധാർമ്മികവുമായിട്ടുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കുക, അതുപോലെ ഉപഭോക്തൃ സ്വഭാവം മനസ്സിലാക്കുക. അതുപോലെ കോഴ്സ് ഔട്ട്കം 4, ഫോർമുലേറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ദാറ്റ് ഇൻഫ്ലുവൻസ് കൺസ്യൂമർ ബിഹേവിയർ. കൺസ്യൂമർ ബിഹേവിയർ, ഉപഭോക്തൃ സ്വഭാവം അല്ലെങ്കിൽ ഉപഭോക്തൃ സംസ്കാരം അത് മനസ്സിലാക്കി നമ്മൾ പുതിയ സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ മെനയുമ്പോൾ അല്ലെ തന്ത്രങ്ങൾ, പുതിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ നമ്മൾ ഈ ഒരു കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ കോഴ്സ് ഔട്ട്കം, പ്രധാനമായിട്ട് 4 കോഴ്സ് ഔട്ട്കം നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അതുപോലെ ഈ മാർക്കറ്റിംഗ് പ്രോസസ്സിൽ വളരെ നമുക്ക് വേണ്ടപ്പെട്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കൺസ്യൂമർ ബിഹേവിയർ. അപ്പോൾ ഈ കൺസ്യൂമർ ബിഹേവിയറിൻ്റെ എന്നുള്ള ഈ സബ്ജക്റ്റിന് നമുക്കിവിടെ പ്രധാനമായിട്ടും 4 മൊഡ്യൂളുകളാണുള്ളത്. അതിലെ ഫസ്റ്റ് മൊഡ്യൂൾ കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ള മൊഡ്യൂളാണ്. സോ അതിൽ കൂടുതലായിട്ടും നേച്ചർ ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, സ്കോപ്പ് ആൻഡ് ആപ്ലിക്കേഷൻ എന്നുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഇൻ മാർക്കറ്റിംഗ് ഡിസിഷൻസ്. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, consumer research, consumer buying process, concept, importance, need and elements involved in buying process. So ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. Factors influencing buying process, economic and legal factors, social factors, psychological factors, behavioral factors. സോ ഇത്തരത്തിൽ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ ഒരു പ്രോഡക്റ്റ് ബൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ് അതിനെ സപ്പോർട്ടീവായിട്ടുള്ള
ഫാക്ടേഴ്സ് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു മൊഡ്യൂളിൽ കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ ഒരു ബയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവാം. ഇക്കണോമിക് ആവാം, സാമ്പത്തികമാകാം, ലീഗൽ ആവാം, നിയമപരമായിട്ടുള്ളതാവാം, സോഷ്യൽ സാമൂഹികമാകാം, സൈക്കോളജിക്കൽ ആവാം, മനഃശാസ്ത്രപരമാവാം, ബിഹേവിയറൽ ആ വ്യക്തി സ്വഭാവത്തിനനുസരിച്ചാവാം. സോ ഇങ്ങനെ പല പല ഫാക്ടേഴ്സ് ആണ് ആ വ്യക്തിയുടെ ബൈയിങ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ കൂടുതലായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ദ സെക്കൻഡ് മൊഡ്യൂൾ കൺസ്യൂമർ ഡിസിഷൻ പ്രോസസ്, അതിനെക്കുറിച്ച് ആണ് സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ കൺസ്യൂമർ ഡിസിഷൻ പ്രോസസ്, എങ്ങനെ ഡിസിഷൻ പ്രോസസ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഡിസിഷൻ പ്രോസസ്, എത്ര ടൈപ്സ് ഉണ്ട് ഡിസിഷൻ പ്രോസസ്, മോഡൽസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, കൺസ്യൂമർ ബിഹേവിയറിൻ്റെ ഡിഫറെൻറ്റ് മോഡൽസ് എന്തൊക്കെയാണ്, പ്രധാനമായിട്ടും ഇക്കണോമിക് മോഡൽ, സൈക്കോ അനലിറ്റിക് മോഡൽ, സോഷ്യോളജിക്കൽ മോഡൽ, ഹാർവാർഡ് ആൻഡ് ഷെയ്ത്ത് മോഡൽ, ഇങ്ങനെ 4 മോഡൽസിനെ കുറിച്ചാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ഡിറ്റർമിനൻറ്റ്സ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ഗ്രൂപ്പ് ഡൈനാമിക്സ് and consumer reference groups, definition of group dynamic including roles, norms, cohesiveness, leadership, conformity, reference group, family decision making. സോ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് സെക്കൻഡറി ഫാക്ടേഴ്സ്, ഒരുപക്ഷെ ഗ്രൂപ്പ് ഡൈനാമിക്സ് ആവാം, കൺസ്യൂമർ റെഫറൻസ് ഗ്രൂപ്പ് ആവാം, അതുപോലെ തന്നെ മറ്റ് നോംസ് ആവാം, റൂൾസ് ആവാം, ലീഡർഷിപ്സ്, റെഫറൻസ് ഗ്രൂപ്പ്സ്, ഫാമിലി ഡിസിഷൻ മേക്കിംഗ്, ഇങ്ങനെയുള്ള കൾച്ചർ, സബ് കൾച്ചർ, സോഷ്യൽ ക്ലാസ്. സോ ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് നമുക്ക് കാണുവാൻ കഴിയുന്നു. സോ രണ്ടാമത്തെ മൊഡ്യൂളിൽ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നു. കൾച്ചർ ആൻഡ് സോഷ്യൽ ക്ലാസ്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻസ്, ഡിഫറെൻറ്റ് ക്ലാസ്സസ്, സോഷ്യൽ ക്ലാസ്സസ്, അതുപോലെ തന്നെ സൊസൈറ്റിയിലുള്ള തരംതിരിവുകൾ, ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ക്ലാസ്, സോഷ്യൽ ഇൻഫ്ലുവൻസ് ഓൺ കൺസ്യൂമർ, കൾച്ചർ, സബ് കൾച്ചർ, ദെൻ പ്രോബ്ലംസ് ഓഫ് ക്രോസ് കൾച്ചർ മാർക്കറ്റിംഗ്, ഡിഫ്യൂഷൻ ഓഫ് ഇന്നോവേഷൻ, consumer decision making for new products, brand loyalty. സോ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൺസ്യൂമർ ബിഹേവിയറിൻ്റെ തേർഡ് മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് പറയുന്നത് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ ആൻഡ് മാർക്കറ്റ് റെഗുലേഷൻസ്, ദെൻ ഡിഫൈനിങ് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ, എന്താണ് പർച്ചേസിന് മുമ്പുള്ള സ്വഭാവ സവിശേഷതകൾ. സോ കൺസ്യൂമർ പോസ്റ്റ് പർച്ചേസ് ഡിസോണൻസ്, അതിലുള്ള പൊരുത്തക്കേടുകൾ, പോസ്റ്റ് പർച്ചേസ് ബിഹേവിയറും അതിൻ്റെ പൊരുത്തക്കേടുകളും. ദെൻ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഡിസാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തിയും അതുപോലെ തന്നെ അസംതൃപ്തി. ദെൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986, കൂടുതലായിട്ട് ആക്ടിനെ കുറിച്ച് ഈ മൊഡ്യൂളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ്, കൺസ്യൂമറിൻ്റെ അവകാശങ്ങളെക്കുറിച്ചും. പ്രൊഫൈൽ ഓഫ് ഇന്ത്യൻ കൺസ്യൂമേഴ്സ്, ദെൻ ബിഹേവിയറൽ പാറ്റേൺ ഓഫ് ഇന്ത്യൻ കൺസ്യൂമേഴ്സ്, പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഇന്ത്യൻ കൺസ്യൂമേഴ്സ്, ഇന്ത്യൻ കൺസ്യൂമേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യൻ കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയറൽ പാറ്റേണുകൾ, പ്രൊഫൈല് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ തേർഡ് മൊഡ്യൂളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ദെൻ ഫോർത്ത് മൊഡ്യൂളിൽ കൂടുതലായിട്ട് ഓർഗനൈസേഷണൽ ബൈയിങ് ബിഹേവിയർ, ഒരു ഇൻഡിവിജ്വൽ ബൈയിങ് ബിഹേവിയറിനേക്കാൾ ഉപരി ഒരു ഓർഗനൈസേഷണൽ, ഒരു പ്രധാനമായിട്ടും ഇൻഡസ്ട്രിയൽ ബൈയിങ് ബിഹേവിയർ, ബൈയിങ് പ്രോസസ്. സോ ഇങ്ങനെ ബൾക്കായിട്ട് ഇൻഡസ്ട്രികൾ പല മാനുഫാക്ചറിങ് പർപ്പസിന് വേണ്ടിയിട്ടും മറ്റും മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യുന്നു, അല്ലെ ബൈ ചെയ്യുന്നു. സോ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷണൽ ബയേഴ്സിനെ കുറിച്ചും ഓർഗനൈസേഷണൽ ബൈയിങ് ബിഹേവിയറിനെ കുറിച്ചും ഈ മൊഡ്യൂളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ദെൻ ബൈയിങ് ഡിസിഷൻസ് ഇൻവോൾവ് ഇൻ ഇൻഡസ്ട്രിയൽ ബൈയിങ് പ്രോസസ്, വ്യവസായ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ബയറിൻ്റെ ആ ഒരു ബൈയിങ് ഡിസിഷൻസ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇൻഡസ്ട്രിയൽ ബൈയിങ് പ്രോസസ്, ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ബൈയിങ് പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അതിനെ
കൂടുതലായിട്ടും സ്വാധീനിക്കുന്ന പ്രധാന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? സോ ഇത്രയും കാര്യങ്ങളാണ് 4th മൊഡ്യൂളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ ബുക്സ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഓതേഴ്സിൻ്റെയും ഫോറിൻ ഓതേഴ്സിൻ്റെയും ബുക്സ് റെഫറൻസിന് കൊടുത്തിട്ടുണ്ട്. കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ള ഒരു ഫോറിൻ ഓതേഴ്സിൻ്റെ ബുക്കാണ് ബ്ലാക്ക്വെൽ, മിനിറാൾഡ് എന്ന് പറയുന്ന, ഈഗിൾ എന്ന് പറയുന്ന ഓതേഴ്സ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യൻ ഓതേഴ്സിൻ്റെ ബുക്സും കൺസ്യൂമർ ബിഹേവിയർ അവൈലബിൾ ആണ്. അത് മേത്ത ആൻഡ് സുബാസ് എന്ന് പറയുന്ന ഓതേഴ്സാണ്. ശ്യാം ആൻഡ് ബാബു, കൺസ്യൂമർ ബിഹേവിയർ ഇൻ ഇന്ത്യ. സോ ഇത്തരത്തിലുള്ള റെഫറൻസ് ടെസ്റ്റുകൾ നമുക്ക് ഈ ഒരു പേപ്പറിന് റെഫർ ചെയ്യാവുന്നതാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ള ഈ പേപ്പറിൻ്റെ സിലബസും അതുപോലെ തന്നെ പ്രധാന ബുക്സ് ഓഫ് റെഫറൻസ് എന്നീ കാര്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.